KSRTC സൗജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റി കോൺഗ്രസ്. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് തോറ്റ സ്ഥാനാർത്ഥിയാണ് റഷീദ്. സന്തോഷ്, ഈ തോറ്റ MLA എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അബ്ദുൾ റഷീദ് ഈ സർക്കാർ പരിപാടി അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നോ? ഉദ്ഘാടനം ചെയ്യാൻ ധർമ്മടത്തേക്ക് വരികയായിരുന്നോ? ശരത്ത്, സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയാണ് ധർമ്മടത്ത് UDFന്റെ തോറ്റ സ്ഥാനാർത്ഥിയായ VP അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തത്. ധർമ്മട നിയമസഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട റഷീദ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. ഈ പൂർണ്ണമായും രാഷ്ട്രീയ പരിപാടിയാക്കി ഈ KSRTCയുടെ ഔദ്യോഗിക പരിപാടിയെ മാറ്റുകയായിരുന്നു. ഈ ധർമ്മടം മണ്ഡലത്തിൽ ഈ ബസ്സിനകത്ത് കയറി പ്രസംഗം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VP അബ്ദുൾ റഷീദ് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ ദൃശ്യങ്ങളും അതിന്റെ വാർത്തയുമെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം അബ്ദുൾ റഷീദ് തിരഞ്ഞെടുപ്പിന്റെ ആദ്യ റൗണ്ടുകളിൽ ഇവിടെ ധർമ്മടത്ത് മുന്നിട്ട് നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് കനത്ത തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. നമ്മൾ അതിനുശേഷം കണ്ടത് അബ്ദുൾ റഷീദ് പല സ്ഥലങ്ങളിൽ നടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുക, ഒരു MLA എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. സന്തോഷം, ഇത് കാണുമ്പോൾ ഒരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. സന്തോഷ്, എന്ത് പ്രഹസനമാണ് അബ്ദുൾ റഷീദ് എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ റഷീദ് കാട്ടിക്കൂട്ടുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നത് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ, അതായത് ഒരു MLA എന്നുള്ള ഭാവത്തിലാണ് റഷീദ് എല്ലാ സ്ഥലത്തും പോവുകയും ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് വലിയ കാര്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവച്ചിരിക്കുകയാണ് റഷീദ്. ഈ കാര്യത്തിൽ KSRTC ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു സംഭവമാണിത്. ഔദ്യോഗിക പരിപാടിയാണ്, സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിപാടിയായി കോൺഗ്രസിന്റെ തോറ്റ സ്ഥാനാർത്ഥി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ശരത്, റൈറ്റ്, ശരി. സന്തോഷാണ്, വളരെ പ്രധാനപ്പെട്ട വിവരം. ഇങ്ങനെ ആ ബസ്സിൽ നിന്ന് സർക്കാർ പൊതു ഗതാഗതത്തിൻ്റെ ഭാഗമായ KSRTC ബസ്സിൽ നിന്നാണ് ധർമ്മടത്ത് തോറ്റ അബ്ദുൾ റഷീദ് UDF സ്ഥാനാർത്ഥി അവിടെ അത് സർക്കാർ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അങ്ങനെ അതങ്ങ് ഏറ്റെടുക്കുന്നത്. ഇതേക്കുറിച്ച് ഗതാഗത മന്ത്രി CP ജോണും മുഖ്യമന്ത്രിയും തന്നെ വിശദീകരിക്കണം. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് അവരാണ് ആ പരിപാടി ഒക്കെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചത്. അതല്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നില്ല. ധർമ്മടത്ത് അങ്ങനെ അബ്ദുൾ റഷീദിനെ ചുമതലപ്പെടുത്തിയോ എന്ന് KSRTC വിശദീകരിക്കണം. KSRTC മന്ത്രി CP ജോണാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ഇത്തരം രാഷ്ട്രീയ വേദിയാക്കി ഇത്തരം പരിപാടികൾ, സർക്കാർ പരിപാടികളെ മാറ്റുന്നതിനെക്കുറിച്ച്.